ഞാൻ ശരിക്ക് തൃശ്ശൂർ സ്വദേശിനിയാണ്. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ. അപ്പം അച്ഛന് ഈ കലാകാരനും കൂടി ആയതുകൊണ്ട് അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ പോണത്. ഇവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. പിന്നെ ആ ക്ലാസ് അങ്ങ് പച്ച പിടിച്ചു. പത്മനാഭൻ്റെ മണ്ണിലങ്ങ് സ്ഥിരതാമസമായി. എല്ലാം പിടിപാടാണ് ഇപ്പോഴത്തെ കാലത്ത്. എന്തോന്നാ പിടിപാടില്ലാതെ കിട്ടുന്ന ഒന്നും കിട്ടൂല. പിന്നെ പ്രോഗ്രാം കിട്ടാനായിട്ട് പലരെ പോയി കാണുന്ന പരിപാടി പണ്ടുമില്ല ഇപ്പോഴുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ കലാകാരന്മാരെ അറിഞ്ഞു വരണം. ഇപ്പോഴത്തെ കാലത്ത് വല്ലവരും വരുമോ? ഇല്ല. ഈ പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഈ സിനിമാക്കാരും സീരിയലുകാരൊക്കെ നിങ്ങൾക്കില്ല, അയ്യോ അത് മെയിൻ സ്റ്റേജൊക്കെ അവർക്കുള്ളതാ എന്നൊക്കെ പറയുമ്പോഴല്ലോ കണ്ണീന്ന് വെള്ളം വരില്ല എന്നേ ഉള്ളൂ. ഇവൻ ജഗതിയുടെ അടുത്ത് പോയി കഴിഞ്ഞ ഒരു വർഷം മുമ്പ്. അദ്ദേഹം വയ്യാതിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ ചെന്ന് കണ്ടു. ഒരുവിധം നല്ല നല്ല കുട്ടികൾ സ്കൂളിൽ നിന്നേ കയറി വരുന്നില്ല, അവിടെ തന്നെ വെട്ടി വീഴ്ത്തുന്നുണ്ട്. എനിക്ക് കുട്ടികളുമില്ല ഈ വർഷം. അണ്ണാ എവിടെ പോണം? പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു ജഡ്ജ്മെന്റ്. നീ വരണ? ഞാനും വരുന്നത് അണ്ണാ. എങ്ങനെയുണ്ട്? 2 പെണ്ണുങ്ങളും 2 ആണുങ്ങളും കൂടെ വോയിസ് റെക്കോർഡ് ലീക്കായിട്ട് നിന്നിട്ട് സംസാരിക്കുകയാണ് പ്രൈസ് കൊടുക്കേണ്ട കാര്യങ്ങൾ. എൻ്റെ കയ്യിൽ ഇപ്പോഴും അതുണ്ട്. ഞാനത് പുറത്തു വിട്ടാ ആ കളിക്കുന്ന കുട്ടിയുടെ പോലും നിലവാരമില്ലാത്തവരാ ജഡ്ജസ്. അതേപോലെ ഈ കൈ ഇപ്പുറത്ത് വയ്ക്കുമ്പോൾ ഇപ്പുറത്തെ ആളോട്. ഇതൊക്കെ നമ്മളെ പോലുള്ളവർക്ക് മനസ്സിലാവും. ഭഗവാനെ എന്നും വിളിക്കണം. കണ്ണി കൊള്ളാളത് പുരിയത്തിൽ കൊണ്ടങ്ങ് പോവപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് എന്നെ അറിയാം, എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം. 67 വയസ്സ് എനിക്ക് കഴിഞ്ഞു. ഒരു അസുഖം ഇല്ല. മരിക്കുന്ന ആവതുള്ള കാലം വരെ ജോലി ചെയ്യാം.